നമ്മളെ സാഹിത്യോത്സവ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷവും നമ്മൾ കേരള സാഹിത്യോത്സവ്, സ്റ്റേറ്റ് സാഹിത്യോത്സവ് എവിടെയാണെങ്കിലും കാണാൻ പോക്കുണ്ട്. അൽഹംദുലില്ലാ ഈ വർഷവും ആലപ്പുഴയിലേക്കാണ് നമ്മളെ യാത്ര. കൂടുതൽ ഇവിടെ സംസാരിക്കാതെ നമുക്ക് സാഹിത്യോത്സവ നഗരിയിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളൊക്കെ നമുക്ക് കണ്ടു വെക്കണം. പ്രത്യേക ഒരു സമ്മാനമൊക്കെ ഞാനും ഷെയ്ൻ ബാബുവും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ നമുക്ക് അരികിലെത്തി. അപ്പോൾ റബീഉൽ അവ്വലില് നല്ലൊരു സ്വലാത്ത് കൗണ്ടർ, അത്തർ, ചെറിയൊരു ഹദിയ ആ ഒരു സമ്മാനത്തിൽ നമ്മൾ കൊടുക്കുക. ആ സമ്മാനം നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ചെറിയൊരു സമ്മാനമാണ്, പക്ഷെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഏതായാലും പോയി വെക്കാം. അപ്പോൾ സാഹിത്യോത്സവ നഗരിയിലുള്ള നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം സെറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങുകളെ കാണിക്കും, ശേഷം അവിടുന്ന് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നിരുന്ന ട്രെയിന് ലേറ്റായി. ഞാൻ ഖവാലിയുടെ കോഡ് ലെറ്റർ എ കഴിയുമ്പോഴാണ് ഞാൻ വേദിയിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ പിന്നെ ഒന്നിനും വന്നിട്ടില്ല, നേരെ ഖവാലി മുഴുവനായിട്ട് ആസ്വദിക്കുക ചെയ്തത്. ഖവാലിയിൽ ഞാൻ സെലക്റ്റഡ് ആയിട്ട് കുറച്ചിങ്ങനെ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കണ്ടു വെക്കാം. मेरा पिया घर आया पिया घर आया हो डालनी तेरा पिया घर आया हो डालनी तेरा पिया घर आया हो डालनी देखो बर्फे तुम्हारा कहीं तुम फातू फातिल निकलिए तो निकलिए तो सब एक सारे क्या तूफान सागे देखो बर्फे तुम्हारा कहीं दोनों फातू फातिल निकलिए तो सब एक सारे क्या तूफान सागे उनकी गोली लाग नहीं जो है मुश्किल से नाफिल देखो मरी सब साफ नहीं क्या मातूम लगी मंजिल देखो मरी सब साफ नहीं क्या आंख में लगी मंजिल मुश्किल की आंखों में तो भूल गई अल्लाह पीर परस्ती कर दे मुझको अल्लाह अल्लाह पीर परस्ती ഖവാലിയുടെ ഇടയിൽ നമ്മൾ ആ സമ്മാനത്തിലേക്കൊന്നും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഉസ്താദന്മാരുണ്ട്. ഇവരിൽ റാൻഡമായിട്ട് ഇവരാരാണെന്നൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഒരാളെ സെലക്ട് ചെയ്യാം. അവർ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ വിന്നറെ ഈ നട്ടപ്പാതിര സമയത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. ആരെ സെലക്ട് ചെയ്യുക? 10 സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ തിരക്കില്ല? ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനം നിലക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഇവർ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇവർ നോക്കി നമ്മളെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. ഒന്നുമില്ല, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു സന്തോഷം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിളിച്ച ആള് ചെയ്തിട്ടില്ല, വേറെ ഒന്നിനൊക്കെ ചെയ്താണ്. നമുക്ക് വേറൊരാളെ കിട്ടുമോ നോക്കാം. രാവിലെ തന്നെ എഴുന്നേറ്റൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു. അവിടെ ആയിട്ട് കുടുങ്ങിപ്പോയി. നിക്കാഹ്
തുടങ്ങാൻ തന്നെ ലേറ്റായി. അങ്ങനെ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസത്തെ ഒരു പരിപാടി പോലും കാണാൻ പറ്റിയില്ല. സംഘഗാനത്തിൻ്റെ സമയത്ത് എത്തുമെന്ന് ഞാൻ എന്തായാലും ഉറപ്പിച്ചതാണ്, പക്ഷെ അതിനും എത്താൻ പറ്റിയില്ല. കവാലി വൃത്തിക്ക് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പിന്നെ സമ്മേളന നഗരി സമാപന സമ്മേളനത്തിന് വേണ്ടി പോവാണ്. നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ട നസീബ് പുസ്തകം ഉണ്ട് എൻ്റെ കൂടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ഒന്നുകൂടി നല്ലോണം ഫ്രീ ആയിട്ട് തന്നെ നേരത്തെ കാലത്ത് തന്നെ ഇനിയുള്ള സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മളെ സമ്മാനം കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. പോയോക്കാം. ഇവിടെ സാഹിത്യോത്സവ നഗരിയിലെത്തിയപ്പോൾ ഇരട്ട കുട്ടികളായ 2 സഹോദരങ്ങളെ കണ്ടിതാ ഇവരാണ്. അപ്പോൾ ഇവരോട് തന്നെ നമ്മൾ ആദ്യം ആ സമ്മാനത്തിനെ കുറിച്ച് ചോദിക്കാൻ പോകും. ഞാൻ ഇന്നലെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിന് ഇൻസ്റ്റാഗ്രാമിൽ, ഞാനും ഷഹീൻ ബാബും കൂടി. അതിലൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെങ്ങനെ തലായിട്ടുണ്ട്. ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തിക്കണാ? അതൊക്കെ കാണിച്ചു തരുമോ? ഫോൺ എവിടെ പോയി? ഏത് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ? അല്ല, അതിനകത്ത് കൊടുത്തേക്കുന്നില്ല. അടുത്തേക്ക് എങ്ങനെ അതിനകത്ത് കൊടുത്തേക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത്. യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്താ? ഉറപ്പല്ലേ? പുതിയ അക്കൗണ്ട് തുടങ്ങി. അപ്പൊ ഫസ്റ്റ് നമ്മള് തെരഞ്ഞെടുക്കുന്ന ആള്, അതായത് ഞാൻ വണ്ടിന്ന് ഇങ്ങനെ കയറിയ സമയത്ത് എൻ്റെ അടുത്തേക്ക് ഇവർ വന്നതാണ്. അപ്പൊ ഏതായാലും ഫസ്റ്റ് സമ്മാനം ഇവർക്ക് കൊടുക്കുക. നിങ്ങളെ സ്ഥലം എവിടെയാ? കായംകുളത്ത്. നിങ്ങളെ പേര്? ബദറുദ്ദീൻ. ആദ്യത്തെ സമ്മാനം നമ്മളെ വിസ്മി ജല്ലി നമ്മളെ ബദറുദ്ദീൻ, അതെ ബദറുദ്ദീന് കൊടുക്കാൻ പോവാട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുണ്യ റബീന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കൊടുക്കാൻ കാരണം റബീഉൽ അവ്വൽ വരെയായിട്ടാണ്. അപ്പൊ എന്നും അതിലുള്ളൊരു കൗണ്ടർ ഉണ്ട്. പരമാവധി സ്വലാത്ത് ചെല്ലണം, നല്ല ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ് നടക്കുക. റബീഉൽ അവ്വൽ വരുമ്പോഴത്തേക്ക് കുറേ സ്വലാത്ത് ചെല്ലണം. അത്തറുണ്ട്, അത് ഇടക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല പുരട്ടിയിട്ട് നിസ്കരിക്കാം. ഓക്കെ, കാണാം. വലൈക്കും സലാം. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ആരാന്നറിയില്ല. 4 എണ്ണം ബാക്കിയുണ്ട്, നമുക്ക് പോയി നോക്കാം. കോഴിക്കോട്ടുകാരോടാ ചോദിക്കണം. അല്ല, ഇനി അതിൽ ഫോളോ ചെയ്തില്ല. അപ്പൊ അതിനുള്ള ചാൻസ് ഇതാ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. അപ്പൊ കോഴിക്കോട്ടുകാർക്ക് മിസ്സായി. അടുത്ത ആളോട് ചോദിച്ചോ. തൃശ്ശൂരിലെ കാറ്റഗറി എ സംഘഗാനം ഫസ്റ്റ് അടിച്ച അതിൽ ദഫ് മുട്ടിയ നിങ്ങൾ പേരതാ? മിഗ്ദാദ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവൻ്റെ നെറ്റ് ഇല്ല. നെറ്റ് ഹോട്ട്സ്പോട്ട് കൊടുക്ക്, അവന് കിട്ടുമോ നോക്കട്ടെ. ഹോട്ട്സ്പോട്ട് ഓണാക്ക്. നെറ്റൊക്കെ തന്നിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞ കേട്ടോ. കണക്റ്റഡ് മെസ്സേജ് ധാരധാരായിട്ട് വരുമോ? അങ്ങനൊന്നുമില്ലേ? ഇതല്ല, വേറൊരു ചാനലിൽ കൂടി ഉണ്ട്. എല്ലാവരും ഇപ്പൊ പഴയ ചാനലിലാണല്ലോ കാണിച്ചു തരുന്നത്. അതിന് ആ ചാനൽ പെട്ടെന്ന് കാണില്ല. ഇതാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെ അതെ, എന്റെ ഫോണിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് വാങ്ങണം സമ്മാനം. കാലിക്കുന്നില്ല. ഇതിന്റെ വേറൊരു ചാനലുണ്ട്. ഇത് സബ്സ്ക്രൈബ് ആണല്ലേ? ഓൾഡ് ചാനൽ, പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അടച്ചാൻ അത് എടാ, അതുണ്ടെങ്കിൽ മുകളിൽ കാണിക്കോ. CLT ഒഫീഷ്യൽ അത് ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. തൃശ്ശൂർ ജില്ലയിലെ നമ്മളെ പുതിയ പ്രതിഭകളവര് ഇർഫാനും ഹഷറും മിഗ്ദാദും വേറൊരാൾ കൂടി ഇല്ലേ, മുഹീദ്ദീൻ. ഇവര് സംഘഗാനത്തില് A+ അല്ലേ? A+ ഗ്രേഡോടെ 1ാം സ്ഥാനത്തും. ഇർഫാന് പങ്കെടുത്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 3 പരിപാടി അല്ലേ, 3 പരിപാടിക്കും A+ ഗ്രേഡ് A ഗ്രേഡോടെ 1ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ഇവരെ സംഘഗാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആ പാട്ട് കേട്ടതുകൊണ്ടും ഇവിടെ ഫസ്റ്റ് അടിച്ചതുകൊണ്ടും നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. പാടാം? യെസ്, തീർച്ചയോ. ഓക്കെ, പാടിക്കോ. പാടിക്കോ.
കലിമസാഗരം കഹനുകൾ മേലെ മന്ദമാരുതൻ തഴുകിടും പോലെ താനെ തന്നു പോറ്റിടും തിരുമഹബൂബെ ജഗം തലമ്പുവി പൊരുൾ മോല ജനിവൃത്തി അഖിലവും ഉമതുടെ ജ്വാല ജയം തരും ഗുരു നബി കൃപയുടെ രൂപം പരിമളമേ ദയവരുളിടണേ യാ മോല 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 അഗമിയമിൽ ഒരു കുളിരൊളിവേ രാജാ നബിയെ ബഹുമാനെ തിളങ്ങുന്ന പൂവേ യജമാനേ ജീവി തിരുമേനി സമീലൽ ഹുദാവേ ദേശങ്ങളകിലം ഒന്നായി വാഴ്ത്തും യാദല്ലിക്കറാമേ കുലമിൽ ഉണരും പൂവേ ഇഷ്കിനാലെ തൂകും കണ്ണേരേ തോർത്തുവാൻ തരേണേ ഒരു അധബിൻ പനിനീരേ സൂലോരേ എന്നും എന്നും പാരിൽ ഒരു ബദറുളിയാം ജീവേ. മാഷാ അല്ലാ, ഇങ്ങനെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം അത്ര ഹൈപ്പ് എടുത്ത് പറയുന്നുള്ളത്. ഇവരെ ഈ ഒരു എന്താ പറയുക നല്ല പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പാട്ട് സെലക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധുക്കാണ്. അള്ളാഹു അവർക്കും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചെറിയ വളർന്നു വരുന്ന കുട്ടികളോട് ഒരു ഇക്കാക്ക എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എല്ലാ ട്രെൻഡിൻ്റെ പിന്നാലെയും നമ്മൾ ഓടാതെ നമ്മളെ എന്താ പറയുക ദീനീപരമായിട്ടൊക്കെ കുറച്ചൊന്ന് നല്ല ശ്രദ്ധിച്ചിട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ ലോകത്തും ഭയങ്കര ഹെൽപ്ഫുള്ളാവും, നാളെ പരലോകത്തും ഹെൽപ്ഫുള്ളാവും. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ബാഗി പാൻറ്റ് ഭയങ്കര ട്രെൻഡാണ്. വിപണിയിൽ എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും നമ്മളതായ കാഴ്ചപ്പാടും നമ്മളതായ ഒരു ലക്ഷ്യമൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ എല്ലാ ബാഗി പാൻറ്റും നമ്മളെടുത്ത് ഞെരിയാണിക്ക് താഴത്ത് ധരിക്കുന്നതിലപ്പുറം നമുക്ക് നമ്മുടെ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ട്രെൻഡിനൊപ്പം നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരോട് പറയാൻ കാരണം ഇവരങ്ങനെ ആയതുകൊണ്ടല്ല, ഇവർക്ക് ഓക്കെയാണ്. ഞാൻ നമ്മൾ വ്ളോഗ് കാണുന്ന എല്ലാവരോടും പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇതിനു മുന്നേ കായംകുളത്ത് സ്റ്റേറ്റ് സാഹിത്യോത്സവം നടത്തിയിരുന്നു. അന്ന് ആരാണ് ജേതാക്കൾ? തിരുവനന്തപുരം ഉണ്ടോ? ഏതെങ്കിലൊക്കെ പറഞ്ഞോളൂ, ശരിയായാലോ? കോഴിക്കോട്. വേറെണ്ടോ? മലപ്പുറം. ഇനിയുണ്ടോ ഉത്തരം? ഏതായാലും ശരി ഉത്തരം കോഴിക്കോടാണ്. ആ കോഴിക്കോടിനാക്കി നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ പുതിയ ചാനലാണ്, പുതിയ ഇനി പാട്ടുകൾ അപ്ഡേഷൻ അതിലെ വരാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, അപ്പോൾ സാഹിത്യോത്സവം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഇവിടെ അമീറിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര നാട്ടിലേക്ക് തിരിക്കുന്നത്. അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഗിഫ്റ്റ് ബാക്കിയുണ്ട്. അമീർ അറിയില്ല, അമീറിനെ അറിയാതെ നമുക്ക് ചോദിച്ചു നോക്കാം. അമീർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ഷഹീൻ ബാബുവിനെ എന്നെയും ഫോളോ ചെയ്തിട്ട് നോക്കിയേ. ഉണ്ടെങ്കിൽ അമീറിനെ ആയിക്കോട്ടെ സമ്മാനം. ഷഹീൻ ബാബുവിനെ ഫോളോ ചെയ്തിക്കണ? ഇല്ലെന്നോ? എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇതാ എന്നെ തന്നെ ഫോളോ ചെയ്തില്ല. ബഗ്ഗാണ്. ആണോ? എന്താ ഷഹീൻ ബാബുവിനെ അടുത്തേക്ക്? ഷഹീൻ ബാബുവിനെ ഫോളോ ചെയ്തിട്ടില്ലെന്നോ? ചിലപ്പോ ഉണ്ടെങ്കിലോ? HI ആണ് ചിലപ്പോ ഉണ്ടെങ്കിലോ? അല്ല ഇല്ല, ഷഹീൻ ബാബുവിനെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാ ഏതായാലും നമ്മളെ അമീറിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആലപ്പുഴ ഇവിടെ യാത്ര ചോദിക്കുകയാണ് അല്ലേ? ഒരു ബായ് പറഞ്ഞ അതിൽ നോക്കിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാ
വ്ലോഗ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.